എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരുവായൂർ നടയിൽ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയാണ്. ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവൂല. ഞാൻ ഇനി ആ നടയിലേക്ക് പോകുന്നില്ല. ഭക്തി മനസ്സിൽ മതി, അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ചു. ഇത് ഭക്തിയല്ല, ഇത് ബിസിനസ് ഭക്തിയാണ് അല്ലേ? ഇതിന് ഭക്തി എന്ന് എങ്ങനെയാണ് ഹൈന്ദവ സഹോദരങ്ങളെ ഇതിനെങ്ങനെ പറയാൻ കഴിയാം? ഇപ്പൊ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഗുരുവായൂർ അമ്പലനടയിലും എൻ്റെ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരാ, തിരുനാവായൊക്കെ പോകുന്ന ആളുകളുണ്ട്. അത് ഭക്തി കൊണ്ട് പോണതാ, കച്ചവടത്തിന് പോണതല്ല. അവിടെ പോയിട്ട് അമ്പലനടയിൽ പോയിട്ട് ഇങ്ങനെ പൂണ്ട് വിളയാടാൻ നിൽക്കലില്ല. കച്ചവട മൈൻഡോട് കൂടി എന്താ പറയുക, ഒരു കാപ്പട്ടിയ മനോഭാവത്തോടു കൂടി പെരുമാറലൊന്നുമില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കുട്ടി ഈ രീതിയിൽ ഒരു ചിത്രം വരച്ചതിന്റെ പേരിലൊക്കെ ഓടക്കോയിലൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ റീൽസ് ഇടുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ പോയിട്ട് റീൽസ് ഇടുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ഭക്തരായ ആളുകൾ എങ്ങനെ അംഗീകരിക്കും? ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതൊരു തരം ബിസിനസ് ട്രിക്കാണെന്നും പറഞ്ഞിട്ട്. ഇപ്പൊ ഏതായാലും അത് തിരിഞ്ഞിരിക്കുന്നു, പിന്നെ കേസ് കൊടുത്തിരിക്കുന്നു, മത വികാരത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതൊരു നല്ല തീരുമാനമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ടാണ് പറയാ. നിങ്ങളെല്ലാ ഹൈന്ദവ സഹോദരങ്ങളും ഒക്കെ കേട്ടിട്ട് ഒന്ന് ചിന്തിക്കുക. നമ്മളെ നാട്ടിൽ ഇപ്പൊ ഗുരുവായൂർ തന്നെ എത്രയോ അന്യമതസ്ഥരായ ആളുകളെ ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള അതിലേക്ക് വരുന്ന ആളുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകളില്ലേ? അവരെന്തെങ്കിലും ഒരു കാപട്യ മനോഭാവത്തോടു കൂടി ഇവർ പറയുന്നത് പോലെ കണ്ണനെ ദർശിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മുമ്പിൽ എന്തെങ്കിലും ഒരു കപടത കാണിക്കണ്ടോ? അവനാന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവിടെ ആ രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളെ നാട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി, അതേപോലെ തന്നെ ശിവരാത്രി, അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ അഖണ്ഡനാമ യജ്ഞവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അമ്പലത്തിൽ പരിപാടി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ജിലേബി കച്ചവടം ഉണ്ടാവും, ബലൂണിന്റെ പരിപാടികൾ, മറ്റുള്ള പൊരി, ഇങ്ങനെ തുടങ്ങി പല ജാതി കച്ചവടങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എൻ്റെ നാട്ടിൽ വില്ലൂത്ത് ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ അങ്ങനത്തെ ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ, ചുറ്റമ്പലത്തിന്റെ ഉള്ളിലല്ല, ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ കച്ചവടത്തിന് വരുമ്പോൾ അവര് അമ്പലത്തിലേക്ക് അമ്പല കമ്മിറ്റി തീരുമാനിക്കുന്ന ഒരു സംഖ്യ ഉണ്ടാവും. ആ സംഖ്യ കൊടുത്ത് അത് കച്ചവടം ചെയ്ത് പോകുക എന്നല്ലാതെ, ആ കച്ചവടത്തിന് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് വില്ലൂത്തപ്പനെ ഒന്ന് ദർശിക്കണം എന്ന് പറഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരു അന്യമതസ്ഥരങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കപടത നടിച്ചുകൊണ്ട് കണ്ടിട്ടുണ്ടാവില്ല. കാരണം അത് അതിന്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം ഇവിടെ വിവിധ മതക്കാരുള്ള ഒരു സ്ഥലത്താണ് നമ്മളൊക്കെ ജീവിക്കണമെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കൊക്കെ ഉണ്ട്. മാത്രമല്ല, എനിക്ക് എപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്, ഈ ഹൈന്ദവ വിശ്വാസത്തെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുക, സാമ്പത്തികമായ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ആദ്യം വലിയ വിശ്വാസത്തെ ഒരു ചൂഷണം ചെയ്ത ഒരു രീതി മനസ്സിലാക്കിയത് സംഘികളൊക്കെ പാടെ കൂട്ടിയിട്ട് നമ്മളെ അലി അക്ബർ രാമസിംഹനായിങ്ങാണ്ട് പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമയൊക്കെ എടുത്ത് കണ്ടമാനം പിരിവൊക്കെ നടത്തി അതൊരു സാമ്പത്തികമായ സംഗതികളിലൂടെയാണ് പോയി. പുഴയില്ല, കടലുമില്ല, ഏത് വൈക്കാണെന്നുള്ള ഒരു കാര്യം പിന്നീട് കണ്ടതുമില്ല. പക്ഷെ അയാൾ പോലും ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്തിട്ടില്ല കേട്ടോ. ഏതെങ്കിലും അമ്പലനടയിൽ പോയിട്ട് ഇങ്ങനെ ഒരു പൂണ്ട് വിളയാടിക്കൊണ്ട് ആ റീൽസ് ഇട്ടുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം അയാളിൽ നിന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു ചിത്രം വരച്ചു എന്ന് കരുതിയിട്ട് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ചിത്രം വരച്ചാൽ അതിപ്പോ ഓൺലൈനിൽ ഇപ്പൊ യാസർ പൂക്കോട്ടുംപാടം ശ്രീകൃഷ്ണന്റെ ഒരു ചിത്രം വരച്ചു. ഞാനത് പറയാണ്, ഇതാ ഞാൻ ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, ഇതൊന്ന് കണ്ടു നോക്കൂ, ഇതിന് ഇത്ര റുപ്യാണ് വില, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നതും, ഞാൻ അവിടെ അങ്ങോട്ട് പോയിട്ട് എൻ്റെ കച്ചവടം പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ണനെ ഒന്ന് ദർശിക്കണം, എനിക്ക് കണ്ണനെ അങ്ങനെ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്നത് ഏത് ഗണത്തിലാണ്? ഇത് ഭക്തിന്റെ ഗണത്തിൽ എങ്ങനെ പെടുത്തുക? ഇവിടെ ഇപ്പൊ യേശുദാസ്, ഞാൻ മനസ്സിലാക്കുന്നത് യേശുദാസ് എത്രയോ കൃഷ്ണഭക്ത ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഒന്നും വേണ്ട. യൂസുഫ് അലി കേച്ചേരി, ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും കേളികളാടി വനമാലി വിശക്കുന്ന നേരം പശുവിനകിട്ടിലെ പാൽമുത്തി കുടിച്ചു മാധവയാമം ആന്തോളനം ദോളനം മധുരിബു ഭഗവാൻ മാനസമുരളിയെ
ചുംബിച്ചുണർത്തുന്ന ആനന്ദലഹരി. അല്ലെ, ഇത്രത്തോളം സാഹിത്യങ്ങളിലൂടെ അങ്ങനത്തെ വിഷയങ്ങളെ എഴുതി ആ പാട്ടൊക്കെ നെഞ്ചിലേറ്റി നടക്കുന്ന മലയാളി സമൂഹം അല്ലെ, എല്ലാ മതവിഭാഗക്കാരും ആ പാട്ടൊക്കെ കേൾക്കും. യൂസുഫ് അലി കേച്ചേരിയുടെ ആ ഒരു അത്തരത്തിൽ ആഴത്തിൽ എഴുതിയ വേറെ ഏതെങ്കിലും ഒരു കവി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇതൊക്കെ ഇവിടെ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചാണ്. അത് അദ്ദേഹം ഒരു വേറെ മതക്കാരനാ, യൂസുഫ് അലി കേച്ചേരി. ഇതൊക്കെ മലയാളി കണ്ടുകൊണ്ടിരിക്കല്ലേ. എന്നിട്ട് അവിടെ വന്നിട്ട് ഒരു കപട ഭക്തി പറഞ്ഞുകൊണ്ട് ഒരു ബിസിനസ് നടത്തേണ്ട ഒരു കാര്യം എങ്ങനെ ഉണ്ടാകും? എങ്ങനെ അത് കേരള സമൂഹം എങ്ങനെ അത് അംഗീകരിക്കും? ഏതായാലും അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം അത് അവരുടെ ഭക്തിപരമായ കാര്യമാണ്. ഇപ്പോ എൻ്റെ നാട്ടിലെ വില്ലൂത്ത് ക്ഷേത്രത്തിലൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ബാലെ കാണാൻ പോകും. ഈ ബാല എന്ന് പറഞ്ഞാൽ ഒരു 2 മണി 3 മണി സമയത്താ. അപ്പോൾ അത് കാണാൻ പോകും. പല രീതിയിലുള്ള ചരിത്രങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അമ്പലത്തിന്റെ പറമ്പിൽ നടക്കുന്ന ഒന്നല്ലാതെ ഈ ചുറ്റമ്പലം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലൊരു അമ്പലത്തിന്റെ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭക്തർക്കുള്ളതാണ്. അതിന് കൃത്യമായ രീതിയിലുള്ള നിബന്ധനകളും അത് അംഗശുദ്ധിയും കാര്യങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അത് അവരുടേതായ വിശ്വാസമാണ്. അവിടെ പോയിട്ട് റീൽസ് ഇടാനും അവിടെ പോയിട്ട് നമ്മളെ വീഡിയോ പ്രതിഫലിപ്പിക്കാനും നമുക്ക് നിൽക്കാൻ പാടുണ്ടോ? ഇത് അത് കഴിഞ്ഞു, അത് അപ്പുറത്തും കഴിഞ്ഞു. ഇവിടെ ഒന്നും കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയി മാറുന്ന വളരെ നമുക്ക് തോന്നിപ്പോകും. എന്താണ് ഇത്തരത്തിലൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും യാസർ ഇപ്പൊ ജസ്ന ഈ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചത് കൊണ്ടുള്ള അങ്ങനത്തെ വിയോജിപ്പാണ്. ഇവിടെ എത്രയോ പാട്ടുകൾ ഞാൻ ഇപ്പൊ നേരത്തെ യൂസുഫ് അലി കേച്ചേരിന്റെ പാട്ട്, ദാസേട്ടൻ പാടിയ പാട്ടുകൾ, ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ജസ്ന ചിത്രം വരച്ചാൽ അത് നമ്മൾ കാണും. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അങ്ങനെ ഇവിടെ സംഭവിക്കാത്തൊരു നാടൊന്നല്ലല്ലോ. അതേപോലെ തന്നെ നമ്മളെ അമ്പലത്തിലാകട്ടെ പള്ളികളിലാകട്ടെ നേർച്ച സംഗതികളിലൊക്കെ അത്തരം ഉത്സവങ്ങളിലൊക്കെ പള്ളിപ്പെരുന്നാൾ ഈ ക്രിസ്ത്യൻ ചർച്ചുകളിൽ നടക്കുന്ന പള്ളിയുടെ പിറന്നാളിനാകട്ടെ ഇതിലൊക്കെ പല മതവിഭാഗക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഓരോരോ കച്ചവടപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഉപജീവനത്തിന്റെ. അതിനൊന്നും ആർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ അത്തരം അമ്പലങ്ങളിലൊക്കെ കയറിയിട്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ട് റീൽസ് ഒക്കെ ഇട്ടിട്ട്, അതായത് ഒരു വിശ്വാസത്തെ കപടതയോടുകൂടി സമീപിച്ചുകൊണ്ട് അതിലൂടെ ബിസിനസ് നടത്തുന്നത് തിരിച്ചറിഞ്ഞ ഹൈന്ദവ സമൂഹം ഇന്ന് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. അതേ മനോഭാവം തന്നെയാണ് നമ്മളിലൊക്കെ ഉണ്ടായത്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തോന്നലിൽ നിന്ന് ഈ സംഗതി സംസാരിക്കുന്നു. അല്ലാതെ അവർ കച്ചവടം നടത്തി എഴുതിയിട്ട് നമുക്ക് ഒരു പ്രശ്നമല്ല. അങ്ങനെ എന്തൊക്കെ കച്ചവടങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇസ്ലാം മത ആശയമാണ്. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ജസ്നാക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, യാസർ പൂക്കോട്ടുംപാടത്തിന് കേൾക്കാൻ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ പോകാം. ഒരു നിർബന്ധവും ഇസ്ലാമിന്റെ കാര്യത്തിൽ അത്തരം വിഷയങ്ങളിലില്ല. കാര്യങ്ങൾ ആശയപരമായിട്ട് പറയും, അത് നിലപാടോടുകൂടി നിന്നുകൊണ്ട് തന്നെ ഉറക്കനെ പറയും. അതല്ലാതെ അപ്പുറത്ത് കാണുമ്പോൾ അപ്പുറത്തേക്ക് പോവുക, ഇപ്പുറത്തില്ലതിന് ഇപ്പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ഏതെങ്കിലും ഒരു വിശ്വാസമാവില്ലല്ലോ. ഇത് ആകെ കലങ്ങിയൊരു വിശ്വാസമാകുമല്ലോ. അതിനോട് എന്തായാലും ഇസ്ലാമിക ആശയം യോജിക്കണില്ല എന്നുള്ളത് എല്ലാ ഹൈന്ദവർക്കും അറിയാം, ക്രൈസ്തവർക്കും അറിയാം, മുസ്ലിങ്ങൾക്കും അറിയാം, മതമില്ലാത്തവനും അറിയാം. ഒരു ചിത്രം വരച്ചു എന്നതിൻ്റെ പേരിൽ ഇത്തരം വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് അത്തരത്തിൽ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തങ്ങളുടെ ബിസിനസ്സിനെ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത് കേരളമാണ് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലെങ്കിലും ആളുകൾ നടത്തിയിട്ടില്ലെങ്കിലേ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് സംഭവിക്കില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഏതായാലും ആ വിഷയത്തിൽ എൻ്റെതായ അഭിപ്രായം അറിയിക്കുകയും ചെയ്തു. നിർത്തുന്നു. നന്ദി.